നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിലിപ്പീൻസ് ഡിഷായ യമബോളാണ്. മുട്ട ലഡുവാണ്. അതിനായിട്ട് ആവശ്യമുള്ളത് 4 മുട്ടയുടെ മഞ്ഞയാണ്. അത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇനി ചേർക്കേണ്ടത് കടല, കപ്പലണ്ടി, പീനട്ടില്ലേ അതിൻ്റെ ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡ് 50 ഗ്രാം എടുത്തേക്കണം. മിൽക്ക് മെയ്ഡും പീനട്ടും രണ്ടും 50 ഗ്രാം വീതം എടുക്കണം. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ബട്ടർ വേണം. മുട്ട ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട മഞ്ഞ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 50 ഗ്രാം മിൽക്ക് മെയ്ഡ് മുഴുവനും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡ് നല്ല തിക്കായതുകൊണ്ട് രണ്ടും കൂടി യോജിച്ച് കിട്ടണം. അതിനായി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്യാൻ രണ്ടും. ഇനി ഇതിലേക്ക് അടുത്തത് ചേർക്കേണ്ടത് കടലയാണ്. ഇത് നല്ലോണം യോജിപ്പിച്ചിട്ട് വേണം നമുക്കിനി കടല ചേർക്കാൻ. നല്ലതുപോലെ യോജിച്ച് വരുന്നു. നമുക്കിനി കടല ചേർക്കാം. കടല 50 ഗ്രാം ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചെറിയ ചെറിയ തരികളുണ്ട് അതിൽ. കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടണ്ട. കടല ഇതിൽ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കടല ബട്ടറിൽ ഇത് കിടന്ന് കഴിയുമ്പം കടലയുടെ മണം നല്ലതുപോലെ നമുക്ക് കിട്ടും. കുറേശ്ശെ വിധം ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ബാക്കി കടലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നല്ല തിക്കായതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഏലക്ക പൊടിച്ച് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. ശരിക്കും യമബോളിൽ അവർ ഏലക്ക ചേർക്കണില്ല. ഞാൻ മുട്ടയായത് കാരണം ഏലക്ക ചേർക്കുന്നതാണ്. നല്ലതുപോലെ അതിലേക്ക് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒത്തിരി തിക്കായിട്ട് വേണ്ട. നമുക്കിനി ഇത് ബട്ടറിലിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കാനുള്ളതാണ്. അടി നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ചീനിച്ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു. ഞാൻ ചേർക്കുന്ന ബട്ടറിന് അളവ് ഇത്തിരി കൂടുതലാണ്. ഇത്രയും തന്നെ ചേർക്കണമെന്നില്ല. ബട്ടറിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കൂടുതലായിട്ട് ചേർത്തത്. ഇനി ഇതിലേക്ക് ആ മിക്സ് ഒഴിക്കുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഒഴിക്കാവുള്ളൂ. ഒഴിക്കുമ്പം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മുട്ടയാണ്. ഇനി കൈ എടുക്കാതെ ഇത് ചട്ടിയിൽ നിന്ന് വിട്ട് വരും വരെ നല്ലതുപോലെ ഇളക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഒരുപാട് സമയം വേണ്ടി വരില്ല. പെട്ടെന്ന് ഇത് കുറുകി വരും. അടിയിൽ പിടിക്കാതെ ബട്ടർ തെളിഞ്ഞ് വരും വരെ, എണ്ണ തെളിഞ്ഞ് വരും വരെ നല്ലതുപോലെ ഇളക്കണം. ഏകദേശം നമ്മുടേത് റെഡിയായി വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആദ്യത്തെ കഴിഞ്ഞും തിക്കായിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് വെറുതെ വിട്ട് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ഇത് ചൂടാവണം. സിമ്മിലിട്ടിട്ടേ ചെയ്യാവുള്ളൂ. തീ കൂട്ടി വയ്ക്കരുത്. കരിഞ്ഞു പോവും, അടിക്ക് പിടിക്കും. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇതിൽ മുന്നോട്ട് നിൽക്കും. ഞാൻ അതുകൊണ്ടാണ് ബട്ടർ ആദ്യം ചേർത്തപ്പോൾ കൂടുതൽ ചേർത്തത്. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. റെഡിയായി വരുന്നതേ ഉള്ളൂ. ഏകദേശം നമ്മളുടേത് റെഡി ആയിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് ഏകദേശം വിട്ട് വിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ആവാനുണ്ട്. ബട്ടർ ഒന്ന് തെളിഞ്ഞ് വരണം. 4 മുട്ടയും 50 ഗ്രാം വീതം പീനട്ടും മിൽക്ക് മെയ്ഡും എടുത്തിട്ടാണ് ഈ ക്വാണ്ടിറ്റിയിൽ വന്നിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കൈയെടുക്കാതെ ഇളക്കുക. ചട്ടിയിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട്. നമ്മളുടേത് റെഡിയായി വരുന്നുണ്ട്. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ബട്ടറിൻ്റെയും പീനട്ടിൻ്റെയൊക്കെ കൂടിയായിട്ട് നല്ല സ്മെല്ലാണ് ഈ സമയം വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഏലക്ക മാത്രമാണ്. ഏലക്ക നല്ലതുപോലെ പൊടിച്ച് ചേർക്കണം ഇതിലേക്ക്. ഇത് കണ്ടോ, ബട്ടർ ഊറി വരുന്നുണ്ട് ഇതിൽ നിന്ന്. ഇതുപോലെ ബട്ടർ തെളിഞ്ഞ് വരണം.
ഇനി നമുക്ക് ഏലക്ക കൂടി പൊടിച്ച് ചേർക്കാം. ഏലക്ക നല്ലതുപോലെ പൊടിച്ച്, ഏലക്കയുടെ തോടോട് കൂടിയാണ് ഞാനിടുന്നത്. അതൊരു ഭംഗിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയിട്ട് നമുക്ക് പഞ്ചസാരയിലൊന്ന് മുക്കി എടുക്കാം. ഫിലിപ്പീൻസിൽ ഇത് 2 രീതിയിലുണ്ടാക്കും. കടല ചേർക്കാതെ അവരുണ്ടാക്കും. ഇത് പീനട്ട് ചേർക്കാതെ ഉണ്ടാക്കും. പീനട്ട് ചേർത്ത് ഞാൻ ഈ ചെയ്ത പോലെ ഉണ്ടാക്കും. ഉരുട്ടി ലഡുവായിട്ടുണ്ടാക്കും. അല്ലാതെ ഈ പേടയുടെയൊക്കെ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ മുട്ട ലഡു റെഡിയായി കഴിഞ്ഞു. എമ്മ ബോൾ റെഡിയായി. എമ്മ എന്ന് വെച്ചാൽ എഗ്ഗ് യോക്ക് എന്നാണ് അർത്ഥം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് അധികം ദിവസം പുറത്തൊന്നും വയ്ക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.